ഇന്നത്തെ ഹെയർ കെയറിലൊരു മുട്ടത്തളി നോക്കിയാലോ. അപ്പോൾ ഈ കാണുന്ന ഇലയില്ലേ, ഇത് നമ്മുടെ വേലി ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഏത് ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും കുഴപ്പമില്ല, എടുക്കാം. ഇലയൊക്കെ കഴുകി നല്ല രീതിയിൽ നമുക്ക് അടിച്ചെടുക്കണം. നമ്മൾ എത്രയാണോ താളിക്ക് ആവശ്യമായ വെള്ളം ചേർത്തിട്ട് അടിച്ചെടുക്കുക കേട്ടോ. കഞ്ഞിവെള്ളം ആണെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഈ ഇലേനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അത് നമ്മൾ നല്ല ഒരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കുക, പൊടിപ്പെടാതെ സൂക്ഷിക്കുക കേട്ടോ. ആരും മടി കൂടാതെ തന്നെ ഇതേപോലെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ തല തേക്കുന്നത്, ഹെവി ആയിട്ടുള്ള താളികൾ തേക്കുന്നത് നമ്മുടെ മുടിക്ക് ശരിയല്ല. അതുകൊണ്ടാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട വന്നിട്ടുണ്ട്. എഗ്ഗ് വൈറ്റാണ് നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എഗ്ഗ്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഉള്ളൊരു പാക്ക് നമ്മൾ ആഴ്ചയിൽ 2 ദിവസം തേച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. നല്ല ഉള്ളോട് കൂടിയിട്ട് നമ്മുടെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരും. നിങ്ങളൊരു മാസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇളക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ താളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പനിയുള്ളവർ, ജലദോഷമുള്ളവരൊക്കെ സൂക്ഷിക്കുക. അപ്പോൾ എന്ത് പാക്ക് ഇട്ടാലും എന്ത് താളി തേച്ചാലും നമ്മുടെ ഹെയറിന് ഒരു ഹെയർ ഓയിലും ചെയ്തിരിക്കണം കേട്ടോ. എന്നിട്ട് തലമുടി ഇതേപോലെ കുനിച്ചിട്ടിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ബാക്കി വരുന്നത് നമുക്ക് മുടിയിലും കൂടെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 25-30 മിനിറ്റ് വരെ തേക്കുക. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ, നോർമൽ വാട്ടറിൽ. അപ്പോൾ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.